നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീപറക്കുന്ന ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമുക്ക് ചിരപരിചിതമായ കണ്ടീഷനിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ എല്ലാം ശരിയോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ ടീമിന് ആശങ്കയ്ക്ക് വകയുള്ള മേഖലകളുണ്ടോ? ഇപ്പോൾ ഈ സെമി ഫൈനലിന് മുമ്പ് വലിയ ആശങ്കയായിട്ട് എല്ലാവരും ഉയർത്തിക്കാട്ടിയിരുന്ന ഫീൽഡിംഗ് ആണ്. ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന്. മോണി മോർക്കൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ക്യാച്ചുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് നമ്മൾ കണ്ടല്ലോ ക്യാച്ചിങ്ങിൻ്റെ ഒരു മാസ്മരിക പ്രകടനം, എസ്പെഷ്യലി ഫ്രം അക്സർ പട്ടേൽ. പുറകോട്ട് ഓടിയെടുക്കുന്ന ക്യാച്ച്, ബൗണ്ടറി ലൈനിൽ റിലേ ക്യാച്ച്, അദ്ദേഹം ശിവൻ ദ്യൂബയും ചേർന്നുകൊണ്ടുള്ള ആ ക്യാച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഫീൽഡിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രശ്നം ഓപ്പണിംഗ് തന്നെയാണ് ഇപ്പോഴും പ്രശ്നം. സഞ്ജു സാംസൺ നല്ല രൂപത്തിൽ കളിക്കുന്നു. മറുഭാഗത്തോ അഭിഷേക് ശർമ്മ വേൾഡ് കപ്പിന് മുമ്പ് മിന്നിക്കത്തി നിന്ന ആളാണ്. ഇപ്പം എന്താ അവസ്ഥ? വല്ലാത്ത അവസ്ഥയാണ്. ഈ വേൾഡ് കപ്പിൽ 3 ഡക്ക് തുടർച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തീർന്നില്ലെന്നേ. USA-ക്കെതിരെ 1 ബോൾ 0, പാകിസ്ഥാനെതിരെ 5 ബോൾ 0, നെതർലൻഡ്സിനെതിരെ 3 ബോളിൽ 0, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 12 ബോളിൽ 16, സിംബാബ്വെക്കെതിരെ 30 പന്തിൽ 55. അത് മാത്രമാണ് മികച്ചൊരു ഇന്നിങ്സ് വന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 11 പന്തിൽ 10, ഇംഗ്ലണ്ടിനെതിരെ 7 പന്തിൽ 9. റിങ്കുവൊക്കെ പുറത്തിരിക്കുകയാണേ. രുദ്രാജും യശസ്വി ജയ്സ്വാളും സ്ക്വാഡിന് തന്നെ പുറത്താണേ. അപ്പോഴാണ് ഇദ്ദേഹം ഇത്രയും മോശം പ്രകടനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റമുണ്ടാകുമോ വേൾഡ് കപ്പിന് ശേഷം എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ വളരെ മോശമാണ്. എതിരാളികൾ അദ്ദേഹത്തെ പൂട്ടാനുള്ള തന്ത്രങ്ങളുമായിട്ട് വരുന്നു, അതിൽ അദ്ദേഹം വീഴുന്നു. അതാണിപ്പോൾ തുടർ കഥ. സോ അത് മാറ്റിയേ പറ്റൂ. മികച്ചൊരു സ്റ്റാർട്ട് ലഭിക്കണം. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. സമ്മർദ്ദങ്ങൾ മറികടന്ന് അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റാർട്ട് ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കാനേ നമുക്കിപ്പോൾ വഴിയുള്ളൂ. സഞ്ജു അദ്ദേഹത്തിൻ്റെ മാരക ഫോം തുടരട്ടെ. ഇഷാൻ കിഷൻ ഉണ്ട്, അദ്ദേഹവും നല്ല ഫോമിലാണ്. സോ അവർ കഴിഞ്ഞ കളിയിലൊക്കെ കളിച്ചത് കൊണ്ടാണ് ഈ ഫോമില്ലായ്മയുടെ പ്രശ്നം കവർ ചെയ്ത് പോയത്. എസ്പെഷ്യലി സഞ്ജുവിൻ്റെ മിന്നും ഇന്നിങ്സ്. സഞ്ജു ഒരു പ്രിറ്റി ഓർഡിനറി ഇന്നിങ്സാണ് കളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കൂടുതൽ കൃത്യമായിട്ട് രൂപത്തിൽ കണ്ടേനെ. അപ്പോൾ അദ്ദേഹം കവർ ചെയ്തത് കൊണ്ടാണ്. സോ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു ഭാഗം അതാണ്. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരുന്നില്ല. അത് വരും എന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റ് തരമില്ല. ഇപ്പോൾ സിംബാബ്വെക്കെതിരെ മാത്രമാണ് നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് നമ്മൾ കണ്ടത്. ഇനി അവിടെ കൊണ്ടും തീർന്നില്ലെന്നേ. നമ്മുടെ പ്രധാന വജ്രായുധമായിട്ട് ഈ ടൂർണമെൻറ്റിന് മുമ്പൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നയാളാണ് വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിക്ക് ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട്. കാരണം എതിരാളികൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു, നന്നായിട്ട് അടി കിട്ടുന്നു. അപ്പോൾ സൂപ്പർ 8 അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. 16 ഓവറിൽ 186 റൺസാണ് അദ്ദേഹം കൊടുത്തത്. 11.6 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം ഒട്ടും ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. സോ ഒരു മാറ്റം ഉണ്ടാവുമോ? കുൽദീപിനെ കളിപ്പിക്കുമോ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ അവസാനത്തിൽ മാത്രം വെച്ച് അത്തരം ഒരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ബാറ്റർമാർ കൃത്യമായിട്ട് അദ്ദേഹത്തിനെതിരെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോളുകളുടെ വേരിയേഷൻസ് കൃത്യമായിട്ട് റീഡ് ചെയ്തുകൊണ്ട് മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ട്രഡീഷണലി ഉള്ള ലെങ്ത്തിനെ പ്രതിരോധിക്കാൻ ക്രീസിൽ ഡീപ്പായിട്ട് നിന്നുകൊണ്ട് ബാറ്റർമാർ തിരിച്ചടിക്കുന്ന കാഴ്ച. അപ്പോൾ ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ബെത്തലൊക്കെ അടിച്ച അടി, അതുപോലെ ഒന്ന് ഫൈനലിലൊക്കെ സംഭവിച്ചാൽ കളി കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഏതായാലും ഇന്ത്യക്ക് ഒരല്പം കൺസേൺഡ് ആയിട്ടുള്ള മേഖലയായിട്ട് ഇപ്പോൾ വരുൺ ചക്രവർത്തിയുടെ ഫോം മാറിയിട്ടുണ്ട്. പിന്നെ 6th ബോളർ ഇപ്പം ഇന്നലെ കണ്ടില്ല, അക്സർ പട്ടേൽ 3 ഓവർ എറിഞ്ഞിരുന്നു. അവസാന ഓവർ എറിയാൻ സ്പിന്നറെ കൊടുക്കണ്ട, ബൂമ്ര നേരത്തെ എറിഞ്ഞ് തീർത്തത് കൊണ്ട്, കാരണം അങ്ങനെ എറിഞ്ഞ് തീർത്തുകൊണ്ടാണ് ഇന്നലെ കളി കിട്ടിയത്. വേറെ കാര്യം. പിന്നെ ശിവൻ ദ്യൂബയിലേക്കാണ് പോകുന്നത്. ശിവൻ ദ്യൂബയെ ആർച്ചറാണ് ഇന്നലെ എടുത്തിട്ട് അലക്കുന്നത്. അത് കളി ഇന്ത്യ ജയിച്ചു കഴിഞ്ഞിരുന്നു.
എന്നിട്ട് എടുത്തിട്ട് അലക്കിയതാണ് ശരി. എന്നിട്ട് പോലും നല്ല രൂപത്തിൽ എറിയാൻ പറ്റാതെ വൈഡൊക്കെ പോയി അതിൻ്റെ ഇടയിൽ നോക്കുക. അതിൻ്റെ മുമ്പത്തെ കളിയിലും ഇതേ രൂപത്തിൽ അദ്ദേഹത്തിൽ നിന്ന് റണ്ണൊഴുകുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടു ശിവൻ ദ്യൂബയിൽ നിന്ന്. അപ്പോൾ മോണി മോർക്കൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല ഗെയിം അവയർനെസ് ഉണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം, പക്ഷേ എക്സിക്യൂഷൻ വേണ്ട വിധത്തിൽ ക്ലിയർ ആവുന്നില്ല എന്ന്. ആ ക്ലിയർ ആവൽ ഇവിടെ സംഭവിക്കണം ഫൈനലിൽ അദ്ദേഹത്തെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ. സോ ഇത്തരത്തിലുള്ള ചില അവിടെ ഇവിടെ ചില കൺസേൺസ് ഉണ്ട്. അതുകൂടി പരിഹരിച്ച് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഫൈനൽ. ടീം ഇന്ത്യ മികച്ച പ്രകടനം നടത്തി കിരീടത്തിലേക്ക് പോകുമെന്ന് തന്നെ കരുതാം. ഇതിപ്പോൾ ദോഷങ്ങൾ മാത്രം എടുത്തു പറഞ്ഞതല്ല, മിക്ക വീഡിയോകളിലും നമ്മൾ പോസിറ്റീവ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറുവശം കൂടി ഉണ്ട്, അതുകൂടി നമ്മൾ കാണണം. അത് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.